നമസ്കാരം. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ പി.വി. അൻവർ എം.എൽ.എ ജയിലിലേക്ക്. അൻവറിനെ റിമാൻഡ് ചെയ്തു. നാളെ ജാമ്യാപേക്ഷ നൽകുമെന്ന് അൻവർ പ്രതികരിച്ചു. വളരെ വേഗത്തിലാണ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയത്. പാർട്ടിയുമായി തെറ്റി ഭരണപക്ഷത്തെ ആകെ വെറുപ്പിച്ചാണ് അൻവർ അറസ്റ്റിലാകുന്നത്. അൻവറിനെ പുകഴ്ത്തിയവർ തന്നെ ഇകഴ്ത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. രാത്രി 9:30-യോടെയാണ് അൻവറിനെ അറസ്റ്റ് ചെയ്തത്. പിണറായിയുടെ മുസ്ലിം വിരുദ്ധതയുടെ തെളിവാണ് തന്റെ അറസ്റ്റെന്ന് അൻവർ പറഞ്ഞു. ഇതിനിടയിൽ ഡിവൈഎസ്പിയോട് അൻവർ കയർത്ത് സംസാരിച്ചു. ഓവർ സ്മാർട്ട് ആകരുതെന്നായിരുന്നു അൻവർ പറഞ്ഞത്. കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നതിനിടെ മാധ്യമങ്ങളോട് സംസാരിച്ച അൻവറിനെ പോലീസ് തടഞ്ഞിരുന്നു. ഇതോടെ അൻവർ രൂക്ഷമായി പ്രതികരിച്ചു. പിന്നാലെ അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാൻ സഹകരിച്ചു. ഇതിനിടെ അൻവറിന്റെ DMK പ്രവർത്തകർ ഉച്ചത്തിൽ മുദ്രാവാക്യം മുഴക്കി അദ്ദേഹത്തെ അനുഗമിക്കുകയും ചെയ്തു. ADGP അജിത് കുമാറിനെയും മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിനെയും വിമർശിച്ചു തുടങ്ങിയ അൻവർ അവരെ അറസ്റ്റ് ചെയ്യിച്ച് ജയിലിലടക്കുമെന്ന് പ്രതിജ്ഞയെടുത്തിരുന്നു. ഒടുവിൽ അൻവർ ജയിലിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് തന്റെ അറസ്റ്റ് എന്നായിരുന്നു പി.വി. അൻവറിന്റെ പ്രതികരണം. പോലീസ് അറസ്റ്റ് വാറന്റ് തന്നാൽ അതിന് നിന്നു കൊടുക്കുക എന്നത് നിയമം അനുസരിക്കുന്നയാളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നു. പിണറായി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ എന്ത് നിയമമാണ് പിണറായിക്ക് ബാധകമായിട്ടുള്ളത്? അറസ്റ്റിന് സ്പീക്കറുടെ അനുമതിയൊന്നും വേണ്ടല്ലോ. സുപ്രീം കോടതി വരെ പോയിട്ടും ജാമ്യം കിട്ടാത്ത എത്ര കൊലകൊമ്പന്മാർ ഇവിടെയുണ്ട്. ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. ഇതൊരു പേരിനുള്ള അറസ്റ്റാണ്. അത് കഴിഞ്ഞാൽ എല്ലാ വാറണ്ടുകളും അവിടെ ഉണ്ടാകും. തൂക്കാനൊന്നും വിധിച്ചിട്ടില്ലല്ലോ. അതിന് നിങ്ങളൊന്നും ബേജാറാവുകയും വേണ്ട. പിണറായിയുടെ ഇഷ്ടം എന്താണോ അത് നടക്കും. ഗുണ്ടാത്തലവനെ കൊണ്ടുപോകുന്ന രീതിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് ഈ നാടകമെന്നും അൻവർ പറഞ്ഞു. അൻവറിന്റെ അറസ്റ്റിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നു. രമേശ് ചെന്നിത്തലയും K. സുധാകരനും പോലീസ് നടപടിയെ വിമർശിച്ചു. പൊതുപ്രവർത്തകനും MLA-യുമാണ് അദ്ദേഹം, പിടികിട്ടാപ്പുള്ളിയല്ല. അറസ്റ്റിന് പോലീസ് അമിത വ്യഗ്രത കാണിച്ചു. CPM സമ്മേളനവുമായി ബന്ധപ്പെട്ട് റോഡടച്ച് സ്റ്റേജ് കെട്ടിയപ്പോൾ അന്ന് കേസെടുക്കാൻ മടിച്ച പോലീസിന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്നവരുടെ കൂട്ടത്തിലായിരുന്നു. അന്ന് പോലീസ് കാണിക്കാത്ത ആത്മാർത്ഥത അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലെ ഉന്നത രാഷ്ട്രീയ ഗൂഢാലോചന വ്യക്തമാണെന്നും K. സുധാകരൻ പറഞ്ഞു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എടുത്ത കേസിലാണ് അൻവറിന്റെ അറസ്റ്റ്. പൊതുമുതൽ നശിപ്പിക്കൽ, പോലീസിന്റെ കൃത്യനിർവഹണം തടയൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് പി.വി. അൻവർ MLA ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന 11 പേർക്കെതിരെ കേസെടുത്തത്. പി.വി. അൻവറാണ് കേസിലെ ഒന്നാം പ്രതി. പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചെന്നും FIR-ൽ പറയുന്നു. മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു പി.വി. അൻവറിന്റെ ആദ്യ പ്രതികരണം. പുറത്തിറങ്ങിയാൽ കാണിച്ചു തരാമെന്നായിരുന്നു മുന്നറിയിപ്പ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അറസ്റ്റെന്നും അൻവർ വിമർശിച്ചു. മോദിയേക്കാൾ വലിയ ഭരണകൂട ഭീകരതയാണ് പിണറായി വിജയൻ നടപ്പാക്കുന്നത്. എത്ര കൊലകൊമ്പന്മാരാണ് ഇവിടെ ജാമ്യത്തിൽ കഴിയുന്നത്. ആരെയും അറസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. ഇതെല്ലാം പിണറായിയുടെ വാക്കിൽ സംഭവിക്കുന്നതാണ്. കൊള്ള നടത്തിയിട്ടോ അല്ല എന്നെ കൊണ്ടുപോകുന്നതെന്നും അൻവർ കുറ്റപ്പെടുത്തി. ജനങ്ങൾക്ക് പ്രതിഷേധിക്കാൻ അവകാശമില്ലേ? കേരളത്തിലെ പോലീസിന്റെ കള്ളത്തരങ്ങൾ ജനങ്ങളോട് പറഞ്ഞതോടെയാണ് ഞാൻ പിണറായിക്കെതിരായത്. മോദിക്കെതിരെ പറയുന്ന പിണറായി അതിനേക്കാൾ വലിയ ഭരണകൂട ഭീകരത നടപ്പാക്കുന്നുവെന്നും അൻവർ പ്രതികരിച്ചു. നിലമ്പൂർ CI സുനിൽ പള്ളിക്കലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പി.വി. അൻവറിന്റെ വീട്ടിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വൻ പോലീസ് സന്നാഹവുമായിട്ടായിരുന്നു നേതൃത്വം അൻവറിന്റെ വീട്ടിലെത്തിയത്. അറസ്റ്റിന് മുന്നോടിയായി പി.വി. അൻവറിന്റെ ഒതായിലെ വീട്ടിൽ വൻ പോലീസ് സന്നാഹം തമ്പടിച്ചിരുന്നു. മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്തതായി അറിയിച്ചത്. മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് വിലക്കിയ പോലീസ് അൻവറിനെ വീടിന് പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ശനിയാഴ്ച രാത്രി കരുളായി ഉൾവനത്തിൽ മണി എന്ന ആദിവാസിയെ കാട്ടാനെ അടിച്ചു വന്ന സംഭവത്തിൽ MLA-യുടെ നേതൃത്വത്തിൽ DMK പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. പ്രതിഷേധക്കാർ അടച്ചിട്ട നിലമ്പൂർ നോർത്ത് DFO ഓഫീസിന്റെ പൂട്ട് തകർത്ത് ഉള്ളിൽ കയറി സാധന സാമഗ്രികൾ നശിപ്പിച്ചു. ജില്ലാ ആശുപത്രിയിലെത്തിയും പ്രതിഷേധിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് പോലീസിന്റെ നടപടി.